എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടൈംസ് ഓഫ് കേരള നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കളിയെ സ്നേഹിക്കുന്ന ഒത്തിരി കലാകാരന്മാരെയാണ്. ഞങ്ങൾക്ക് ഏവർക്കും അറിയാം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയാണ് വിജയ കിരീടം നേടിയത്. അതിലൊരു സ്കൂളാണ് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സെന്റ് മൈക്കിൾസിന്റെ സ്കൂൾ അങ്കണത്തിലാണ്. ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിക്കൊടുത്ത സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുറച്ച് കുട്ടികളെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ദേവൂദാ ദേവൂദാ നല്ല ദേവൂദാ ദേവൂദാ നല്ല ദേവൂദാ 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 പോരുന്നതാ നല്ല ദേവൂദാ ദേവൂദാ നല്ല ദേവൂദാ ദേവൂദാ നല്ല ദേവൂദാ 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 പോരുന്നതാ. നല്ല കണ്ണൊട്ടും കാണൂല, നല്ല ചെവിയൊട്ടും കേക്കൂല, നല്ല കുരുട്ടണ്ണൻ ദേവൂദാ ദേവൂദാ പോരുന്നതാ നല്ല കണ്ണൊട്ടും കാണൂല. അദ്രീന, അദ്വൈത് രമേശ്, ആദിത്യൻ ഷാജി, ഗൗതം, അഫ്രോസ്, ആരാണ് നിങ്ങൾ പാട്ട് പഠിപ്പിച്ചത്? ശരത് സാർ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗ്രൂപ്പ് ഐറ്റം. സ്റ്റേറ്റിൽ കയറുന്നു, എല്ലാരും സപ്പോർട്ട് കൊണ്ട് സ്റ്റേറ്റിലേക്ക് കയറി. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു സ്റ്റേറ്റിൽ കയറുന്നു. പിന്നെ എല്ലാരും സപ്പോർട്ട്, ടീച്ചേഴ്സ്, സാറുമാർ, പാരന്റ്സ്, അങ്ങനെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട്. ആതിശ് ഏത് ഐറ്റത്തിലാണ് പങ്കെടുത്തത്? ഞാൻ കഥകളി സിംഗിളും കേരളമാണ്, രണ്ട് എ ഗ്രേഡ് നേടിക്കൊടുത്തു അല്ലേ? ഓക്കെ. ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് പോകണമെന്നൊരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ അത് നേടാൻ പറ്റിയത് പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല സന്തോഷം. ഞാൻ കലയെ പ്രൊഫഷനായിട്ട് കാണുന്നില്ല, പക്ഷേ പാഷൻ ആരും വിട്ടുകളയില്ലല്ലോ. അതെ, എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എഞ്ചിനീയർ ആവാനാണ്, മറൈൻ എഞ്ചിനീയർ. കഥകളി ഞാൻ പാലക്കാട് കലയക്കുളങ്ങര കഥകളി ഗ്രാമം കലാമണ്ഡലം വെങ്കിട്ടരാമൻ നാഷണൽ ആണ്. കേരള നടനം മേലച്ചുവ കലാഞ്ജലി നൃത്തവിദ്യാലയം അനിത ടീച്ചറും മകൻ അതുൽ കൃഷ്ണൻ, അവരാണ്. പരിചയമുട്ടിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളെയാണ് ഞങ്ങൾ അടുത്തതായി പരിചയപ്പെടുന്നത്. പരിചയമൊക്കെ ചെയ്തപ്പോ നല്ല ഫീലിങ്സ് ആയിരുന്നു. സ്റ്റേറ്റ് വരെ എത്തി, അതെന്നെ ഭാഗ്യമാണ്. അല്ല, ഉറപ്പായിരുന്നു സ്റ്റേറ്റ് വരെ എത്തുന്ന ഉറപ്പായിരുന്നു. നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അവിടെ സ്റ്റേറ്റിൽ കിട്ടിയ സ്റ്റേജ് വളരെ ചെറുതായിരുന്നു. പിന്നെ നമുക്ക് കളിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത പരമാവധി നമ്മളവിടെ കളിച്ചു, ഫുള്ള് കളിച്ചു നമ്മളവിടെ. പിന്നെ ബാക്കിയുള്ള ടീമിനേക്കാൾ അടവുകളും ചുവടുകളെല്ലാം നമുക്ക് കൂടുതലുണ്ട്, നമുക്കാ കൂടുതൽ. ബട്ട് അത് നമുക്ക് തന്നെ നല്ലോണം കളിക്കാൻ പറ്റി. പിന്നെ നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് ടീച്ചേഴ്സ്, പിന്നെ ഇവിടുത്തെ സിസ്റ്റർ ഷൈജു സാർ, സന്തോഷ് സാർ, അങ്ങനെ പല ടീച്ചർമാർ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റിൽ എത്തും എന്നൊക്കെ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ വന്ന് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് പഠിപ്പിച്ച നമ്മളെ ജോയൽ സാർ, പുള്ളിക്കൊരു ബിഗ് താങ്ക്സ് പറയും. ഓക്കെ, എന്തൊക്കെയാണ് പരിചയപ്പെട്ട കളിയിൽ യൂസ് ചെയ്ത ഐറ്റംസ്? വാളും പരിചയം വെച്ച് നല്ല ഇതായിരുന്നു. പ്രത്യേകിച്ച് ആടെത്തുമ്പോൾ സ്റ്റേജ് ഭയങ്കര ചെറുതായതുകൊണ്ട് പിന്നെ നമ്മൾ പരമായി നമ്മൾ തന്നെ ഇതായി ഇങ്ങനെ സ്പേസിങ്ങിനകത്ത് കുറച്ച് അടുക്കും ഇതെല്ലാം കുറച്ച് നല്ലൊരു ഇതായിരുന്നു. ആടെത്തിപ്പോൾ കുറേ സപ്പോർട്ട്സ് ഉണ്ടായി. കൊല്ലക്കാരടക്കം നമ്മളവിടെ കൈവെട്ടി, അത്രയ്ക്ക് ഇതായിരുന്നു. വളരെ സന്തോഷമുണ്ട് എല്ലാവരും. പിന്നെ പങ്കെടുക്കാൻ പറ്റി, സ്റ്റേജ് വരെ പോയതിന് വളരെ അധികം. ഒരു ക്രിസ്ത്യൻ കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലയാണ്. അപ്പോൾ നമുക്ക് ഈ സ്കൂളിൽ 2 കൊല്ലമായിട്ട് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മളെന്താണ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് വരും. അപ്പോൾ ഇക്കൊല്ലവും നമുക്ക് തന്നെ പോകാൻ പറ്റിയത് അത്രയും സന്തോഷിച്ചു. സ്റ്റേജ് ചെറുതായിട്ട് പോലും ഇവരുടെ പ്രകടനം ശരിക്ക് കാണിക്കാൻ പറ്റാത്തതായിട്ട് പോലും ഇവർ എ ഗ്രേഡ് വാങ്ങി സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഭിമാനം നേടിയ കുട്ടികളാണ്. ഞങ്ങൾക്കിന്ന് ടൈംസ് ഓഫ് കേരളക്കും വളരെയധികം അഭിമാനം തോന്നുന്നു. സ്കൂളിന് എ ഗ്രേഡ് നേടിക്കൊടുത്ത ഒരു ഐറ്റാണ് ഇംഗ്ലീഷ് സ്പീച്ച്. റോഷൻ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ആക്ച്വലി അവരൊക്കെ പറഞ്ഞത് ടഫ് ആവുന്നായിരുന്നു. സ്റ്റേജിന് കിട്ടിയ ടോപ്പിക് വേൾഡ് പീസ് ആൻഡ് ക്രോസ് റോഡ്. പക്ഷെ അതിനേക്കാളും ടഫ് ആയിരുന്നത് ഡിസ്ട്രിക്റ്റിന് കിട്ടിയതായിരുന്നു. എല്ലാവർക്കും നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാ കുട്ടികളും നല്ല കാലിബറോടെ എല്ലാവരും
ഒന്നിനൊന്നിന് ബെറ്ററായിട്ടായിരുന്നു എല്ലാവരും പെർഫോം ചെയ്തത്. ഒരിക്കലും ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടുന്ന എക്സ്പെക്ടേഷൻ എന്തായാലും ഉണ്ടായിരുന്നു. സ്റ്റേറ്റിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിലേക്ക് വരുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയാ പെട്ടെന്ന് കിട്ടാതെ ഒരു അവസ്ഥയായിരിക്കും. റോഷന് എന്ത് തോന്നി? എനിക്ക് ആക്ച്വലി നേരമാണ് മലയാളം പറയുമ്പോഴാണ് നമ്മൾ റീജിയണൽ സ്ലാങ് കയറി നമ്മളൊരു കുഴപ്പമുണ്ടാകുന്നത്. അതിനേക്കാളും എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഒരു എഫർട്ട്ലെസ് ആയിട്ട് തോന്നാറുള്ളത് ഇംഗ്ലീഷാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അത് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് മാത്രമായിരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പേരൻസിൻ്റെ ഒരു സപ്പോർട്ടും. Good evening, ladies and gentlemen. Here I am before you to talk on the topic world peace at its crossroads. If at all we were indeed to define the very term world peace, what would we say? World peace is indeed a situation where the people in the earth are truly and in utmost effect assured of the safeguard of their lives. And if we were to ask the very question to ourselves, are we really in world peace? The answer would sadly ഈ സ്കൂളിൽ ഓർക്കസ്ട്രക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് എ ഗ്രേഡ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയത്? അല്ലെ എങ്ങനെയാണ് നിങ്ങൾ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നോ? ആരാണ് നിങ്ങളുടെ ഗുരു? ഡൊമിനിക് സാറാണ് നമ്മളെ ഗുരു. ഡൊമിനിക് സാറും സന്തോഷ് സാറും. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ പോകുന്നത് ഇങ്ങനെ ഓർക്കസ്ട്ര എല്ലാം വെച്ചിട്ട്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം കിട്ടിയപ്പോൾ 7 പേര് കൂടിയിട്ടാണ് അവിടെ പോയത്. 7 ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അധികമായിട്ടും നമ്മൾ ക്ലാസ്സിന് ശേഷം, അതായത് ഒരു 3:30-ക്ക് ശേഷമായിരുന്നു. പിന്നെ ലാസ്റ്റ് പീരീഡ് ഇടയ്ക്ക് നമ്മൾ എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ പീരീഡ് ആണെങ്കിൽ സാർ വെക്കാറുണ്ട്. നമ്മൾ പഠിപ്പിനെ അധികമായി ബാധിച്ചെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ സാർ അതിനെ അധികം സപ്പോർട്ടായിരുന്നു. നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചതിന് മാത്രമാണ് ഷൈജു സാർ നമ്മളെ പ്രാക്ടീസിന് വേണ്ടി വിളിച്ചതും കാര്യങ്ങളും. സെന്റ് മൈക്കൽ സ്കൂളിന്റെ ഹൈലൈറ്റ് ആണ് പഞ്ചവാദ്യം. പഞ്ചവാദ്യം ടീമിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞു. ദേവനന്ദൻ, ഋഷികേശ്, വൈഷ്ണവ്, അനന്തു സന്തോഷ്. ഇത് ഞങ്ങളുടെ ടീച്ചർ. എന്തൊക്കെയാണ് പഞ്ചവാദ്യത്തിന് ഉപയോഗിച്ചത്? നില, താളം, മദ്ദളം, എടക്ക, കൊമ്പ്. എത്ര ഐറ്റാന്ന് വെച്ചത്? 5 ഇൻസ്ട്രുമെന്റ്സ്. 2 തിമിലി ഉണ്ടാവും, 2 എലത്താളം, ഒരു കൊമ്പ്, ഒരു മദ്ദളം, ഒരു അടക്ക. ഇതൊക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പഞ്ചവാദ്യം. പക്ഷേ കഴിഞ്ഞ സ്റ്റേറ്റിലെത്താൻ കഴിയില്ല. ഈ വർഷം സ്റ്റേറ്റ്. ആരാണ് നിങ്ങളെ പഞ്ചവാദ്യം പഠിപ്പിച്ചത്? മൂന്ന് മാഷന്മാരുണ്ടായിനി. ഒന്ന് ചെറുതാഴം വിഷ്ണുരാജ് മാരാർ, പിന്നെ ചിറക്കൽ നിതീഷ് മാരാർ, പിന്നെ ചെറുതാഴം പ്രദീപ് മാരാർ. സെന്റ് മൈക്കൽ സ്കൂളിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് സന്തോഷ് ചിന്ത. ഞാൻ ഇവിടെ 12 വർഷമായി. ഞങ്ങളിവിടെ 4 ഗ്രൂപ്പ് ഇനങ്ങൾ, അത് പരിചയമുട്ടുകൾ, ഓർക്കസ്ട്ര, നാടൻ പാട്ട്, പഞ്ചവാദ്യം, ഈ 4 ഇനങ്ങളിലാണ് നമ്മൾ ഗ്രൂപ്പിൽ പങ്കെടുത്തത്. അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഥകളി, ഹൈസ്കൂൾ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി, പിന്നെ കേരള നടനം, ഇംഗ്ലീഷ് പ്രൊഫഷൻ, ഈ 4 വ്യക്തിഗത ഇനങ്ങളും 4 ഗ്രൂപ്പ് ഇനങ്ങൾ, ഇത്രയും ഇനങ്ങളിലാണ് നമ്മൾ പങ്കെടുത്തത്. പക്ഷെ 4 ഇൻഡിവിജ്വലും അതുപോലെ തന്നെ 4 ഗ്രൂപ്പിനും നമുക്ക് എ ഗ്രേഡ് നേടാൻ സാധിക്കും. അത് വലിയൊരു അഭിമാനം തോന്നുന്നു. കുട്ടികൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വെറുതെ കിട്ടിയതല്ല, കുട്ടികൾ അത്രയും ഒരു 6 മാസമുള്ള കഠിന പരിശ്രമം കൊണ്ട് മാത്രം കിട്ടിയത്. മാത്രമല്ല നല്ല ഗുരുക്കന്മാരെ നമുക്ക് കിട്ടി. പിന്നെ ടീച്ചേഴ്സിന്റെ നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ്, സിസ്റ്റർ ട്രീസ, അതുപോലെ ഷൈജു സാർ, ജിസി ടീച്ചർ, അതുപോലെ നമ്മുടെ കൂടെയുള്ള ഈ ഒരു ടീം അംഗങ്ങൾ, നമ്മുടെ കമ്മിറ്റി, അവർ വളരെ ആക്റ്റീവായി വർക്ക് ചെയ്തു. കലാമത്സരത്തിൽ മാത്രമല്ല കായിക മത്സരത്തിലും മികവ് തെളിയിച്ച കുട്ടികളുണ്ട് ഞങ്ങളുടെ സെന്റ് മൈക്കൽ സ്കൂളിൽ. നാഷണൽ ഗെയിംസിൽ ബ്രൗൺസ് വരെ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റായിരുന്നു ബോക്സിംഗ്. ഓക്കെ, മുഹമ്മദിന് എന്ത് പറയുന്നു? ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു? ഈ ബോക്സിനെ കുറിച്ച് അല്ല, അവിടെ പോയ എക്സ്പീരിയൻസ്, എവിടെയാണ് നടന്നത്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അവിടെ പോയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്തായിരുന്നു? നല്ല അനുഭവമായിരുന്നു. നല്ല സാറുമാറിലുണ്ടായിരുന്നു. അവിടെ 24 ആൾക്കാരുണ്ടായിരുന്നു. നല്ലൊരു അക്കോമഡേഷൻ. കായിക മത്സരത്തിലെ വേറൊരു ഇനമായിരുന്നു കളരി. കളരിയിൽ ബ്രൗൺസ് നേടിയ കുട്ടിയെ പരിചയപ്പെടാം. പേര്? പ്രദീപ്. ചെറുപ്പത്തിൽ 2ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് കളരി പഠിക്കുന്നത്. ഇപ്പോൾ +2 ആയി. ഇപ്പോൾ ഏച്ചൂരിൽ തന്നെയാണ് പഠിച്ചത്. ഇവിടുന്ന് നല്ല ട്രെയിനിങ് കിട്ടി. പിന്നെ ക്ലാസ്
മാഷന്മാരൊക്കെ സപ്പോർട്ട് ഉണ്ട്, PT സാർ, മാനേജർ ഒരു രീതിയിലൊക്കെ നമ്മളെ ഓക്കെ. കളരി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ വാളും പരിചയവും നമ്മുടെ അതൊക്കെ എടുക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുമ്പോ എന്താണ് ഫീലിംഗ്? പെട്ടെന്ന് ആരെങ്കിലും കൊണ്ട് മുറിയോ തട്ടോ എന്നൊക്കെയുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു? മുറിയോന്നൊക്കെ ഫീലിംഗ് ഉണ്ടാവും, പക്ഷെ എന്നാലും മുറിഞ്ഞാലും എങ്ങനെയെങ്കിലും എടുത്ത് പൂർത്തിയാക്കണം ഉണ്ടാവും. ഓക്കെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്ക കാലിന് പരിക്കായി കളിച്ചു തീർത്തില്ല. ഓക്കെ. കാലിന് പരിക്കേറ്റും കളിച്ചു അല്ലേ? ഓക്കെ. ഇപ്പൊ നാഷണൽ ലെവലില് ഇങ്ങനെ ബ്രൗൺസ് നേടിക്കൊടുത്തതിൽ ഈ സ്കൂളിനും ഒരു അഭിമാനം. കലോത്സവ വിഷയങ്ങളും മറ്റു സ്കൂളിന്റെ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി ഞങ്ങളോട് ജോയിൻ ചെയ്തിരിക്കുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. എന്താണ് പേര് സാറിന്റെ? മനോജ് സാർ. കുറെ കാലത്തിന് ശേഷം ഈ ഒരു പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മുടെ സ്കൂളിന്റെ ഒരു വലിയൊരു ഗ്ലോറിയാണ് കുട്ടികളുടെ ഒരു പ്രതിഭ. ഇത് മാത്രമല്ല ഇപ്രാവശ്യം സയൻസിലും അതുപോലെ തന്നെ സ്പോർട്സിലും നാഷണൽ ലെവലിലൊക്കെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പൊതുവെ വളരെ സന്തോഷം തോന്നുന്നു. സാർ എത്ര പോയിന്റ് നേടിക്കൊടുക്കാൻ പറ്റും നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ഈ സ്കൂളിന്? ജില്ലയ്ക്ക് കൃത്യമായ കണക്കനുസരിച്ച് 35 പോയിന്റാണ് നമ്മുടേതായിട്ട് വന്നിട്ടുള്ളത്. കലാകായിക വിഷയങ്ങളിലല്ലാതെ സ്കൂളിലെ പഠന കാര്യങ്ങളോടും സാറിനോട് നമ്മൾക്ക് ചോദിച്ചറിയാം. പഠനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 10-25 വർഷത്തോളായിട്ട് SSLCക്ക് 100% വിജയമാണ്. ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം 95-ന് മേലെ ശതമാനം വിജയവും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല കണ്ണൂരിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിലൊന്നാണിത്. പിന്നെ 2 വർഷം കഴിഞ്ഞാൽ 160-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് കണ്ണൂർ സംഘം. കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ പേരൻസ് ആണ് ഞങ്ങളോട് ഇപ്പം ചേരുന്നത്. ഞങ്ങൾക്ക് അവരുടെ വിശേഷത്തിലേക്ക് കടക്കാം. അവരുടെ അധ്വാനം എങ്ങനെയാണെന്ന് നമ്മൾ കലോത്സവ വിശേഷത്തെ പറ്റി സ്കൂളിലെ ടീച്ചർ പേരെന്നാ? എൻ്റെ പേര് ലിസി. ഞാൻ 20 വർഷമായി സെന്റ് മൈക്കിൾസിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കുന്നത്. പക്ഷെ എനിക്കിത് ഭയങ്കര അഭിമാനമായി തോന്നി. ഇത്രയും ദിവസം അവിടെ നിന്നിട്ടും ഒരു ക്ഷീണോ ഒന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉണ്ടായ മാസ്റ്റേഴ്സും ഒപ്പം ഉണ്ടായ പാരൻസ് ആണ് എൻ്റെ സപ്പോർട്ട്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് നമുക്ക് യൂത്ത് ഫെസ്റ്റിൽ പങ്കെടുത്ത മക്കളുടെ പേരൻസ് ആണ് നമ്മളുടെ ബലം. കാരണം ഇവർ ത്രൂ ഔട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് ട്രെയിനിൽ പോകുന്നു. ഈ പേരൻസ് നമ്മളൊപ്പം എസ്കോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്തം മുഴുവൻ നമ്മളെയാണ് അവർ ഏൽപ്പിച്ചത്. പക്ഷെ അവർ 3-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ നമ്മളുടെ ഉണ്ടായി. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പേരൻസിൻ്റെ ഒരു സപ്പോർട്ടാണ്. നമ്മൾ അവിടെ ചെന്നപ്പം ഒരു അധ്യാപകർ എന്ന നിലയിലല്ല ഇവരോട് പെരുമാറിയത്. ഒരു ഫ്രണ്ട്സ്, നമ്മുടെ ഒരു കൂടപ്പിറപ്പ്, അങ്ങനെയായിരുന്നു. നമ്മൾ വളരെയധികം അടുത്തു. അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ വളരെ സന്തോഷം. ആദ്യമായി ഇത്രയും വർഷം ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടും സന്തോഷ് സാർ ഒരു കൺവീനറായി, ഞാൻ ഈ കമ്മിറ്റി മെമ്പറാണ്, എന്നിട്ടും എന്നെ സന്തോഷ് സാർ അവിടെ കൊണ്ടുപോയി. അതിലെനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഈ ഒരു നിമിഷം എനിക്ക് അഭിമാനമാണ്. ഞാനൊരു സെന്റ് മൈക്കിൾസിന്റെ ഭാഗമാണ്. അപ്പം എല്ലാ പേരൻസിനോടും എനിക്ക് നന്ദി. പ്രത്യേകിച്ചിട്ട് നാടൻ പാട്ടിലെ അഫ്രൂസ് എന്ന കുട്ടിയുടെ അനുജൻ, 9 മാസം മാത്രം പാടുള്ള അനുജൻ, സബ് ജില്ല തൊട്ട് സ്റ്റേറ്റ് കലോത്സവം വരെ നിരന്തരം എല്ലാ ദിവസവും അവൻ സ്റ്റേജിലുണ്ടാവും. അവനാട്ടെ താളം പിടിക്കാൻ ഉഷാറായ ഒരു കൊച്ചാണ്. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. സാധാരണ ഒരു കൊച്ചുങ്ങളെ കൂട്ടി പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയൊരു വേദിയിൽ. പക്ഷെ അവൻ വളരെ ഉന്മേഷമായിട്ട് സ്ഥിരം നമ്മളോടൊപ്പം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ടും വൈറലായത് ഈ ഒരു കൊച്ചിനെ കൊണ്ടാണ്. അപ്പം വീണ്ടും അഫ്രൂസിന്റെ ഉമ്മയ്ക്കും കൊച്ചിനും നന്ദി. ടീച്ചർ ഇപ്പോൾ ഒരു കൊച്ചു മകന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ആ കുട്ടിയുടെ ഉമ്മയുടെ വിശേഷങ്ങളും കൂടി ഞങ്ങൾക്ക് തിരക്കാം. ഉമ്മ, എന്താണ് പേര്? കുട്ടിയൊക്കെ കൂട്ടി ഇപ്പൊ ടീച്ചർ ഒരുപാട് സപ്പോർട്ട് ടീച്ചർ പറഞ്ഞു. എന്താണ് തിരിച്ചു പറയാനുള്ളത്? വളരെ അഭിമാനം തോന്നുന്നു. എല്ലാ കാര്യത്തിലും കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് മത്സരങ്ങൾ കാണാനും കുട്ടികൾക്ക് പങ്കെടുക്കുന്നതെന്ന് ഒരു അഭിമാനമായിട്ട്. അഫ്രോസ്, എന്താണ് ഉമ്മയും കൊച്ചനുജനൊക്കെ വന്നു, എന്താണ് അഫ്രോസിന് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല ഒരു പരിപാടി. ഓരോ പരിപാടിക്കും ഇങ്ങനെ താളം കൊട്ടിയിട്ട് ഇങ്ങനെ മീഡിയക്കാരൊക്കെ. എൻ്റെ പേര് സൽമ പ്രദീപ്. എൻ്റെ മകൻ നയൻ പ്രദീപ് പഞ്ചവാദ്യത്തിലാണ് ഉണ്ടായത്. ചെറുതുമേ അവൻ അരങ്ങേറിയതാണ് ചെമ്പയിൽ. ഇവിടെയാണ് ഇപ്പൊ ആദ്യമായിട്ട് ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ ഇവിടുന്ന് കിട്ടിയത്. അതെ അല്ലെ.
മൊത്തം അധ്വാനവും രക്ഷിതാക്കളെ തന്നെ ടീച്ചർ ഇപ്പൊ പറഞ്ഞു. ശരിയാണോ? അല്ലെ രക്ഷിതാക്കൾ മാത്രമാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ പങ്കെടുത്തു? ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഈ കലാകിരീടം കിട്ടുമ്പോൾ കണ്ണൂരിൽ കിട്ടുമ്പോൾ ഞങ്ങളുടെ സ്കൂളും ഇവിടെ നമ്മളെ മക്കളും കൂടി അതിൽ ഭാഗഭാക്കായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. സെന്റ് മൈക്കിൾ സ്കൂളിന് 2 ഇനത്തിൽ എ ഗ്രേഡ് നേടിക്കൊടുത്ത ആദിഷിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആദിഷിന്റെ അമ്മയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തുടർച്ചയായിട്ട് 3ാമത്തെ വർഷമാണ് അവൻ പോകുന്നത്. ഈ വർഷം കൂടെ സ്കൂള് കഴിഞ്ഞു. ഈ അവസരത്തിൽ അമ്മയുടെ വാത്സല്യമാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അമ്മയുടെ മുഖത്ത് കണ്ണുകളിൽ ഞങ്ങൾക്ക് കാണാം. ടൈംസ് ഓഫ് കേരള കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂൾ വന്ന് നല്ലൊരു കവറേജ് ഞങ്ങൾക്ക് തന്നു. എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.